സാൽവേ ബുൻചോർണോ റഗാറ്റ്സി. ഇന്ന് ഞങ്ങളൊരു ട്രിപ്പ് പോകാൻ ആരംഭിക്കുകയാണ്. എവിടെയെന്നായിരിക്കും നിങ്ങൾ പലരും വിചാരിക്കുന്നതല്ലേ? ഇറ്റലിയിലെ ലാസിയോ എന്ന റീജിയനിലാണ് നമ്മളിപ്പോൾ. എന്താണ് അവിടെ കാണാനുള്ളത് എന്നറിയാനുള്ളത് പലർക്കും ഒരു ധാരണ ഉണ്ടാവില്ലല്ലേ? അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നമ്മൾ മാത്രമല്ല കേട്ടോ, കൂടെ വേറെ കുറച്ച് മലയാളികൾ കൂടെയായിട്ടാണ് നമ്മളിപ്പോൾ യാത്ര പങ്കുവെക്കുന്നത്. ഇവിടെ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര എനർജറ്റിക്കായിട്ട് സ്ട്രോങ് ആയിട്ടാണ് ഈ ഒരു യാത്ര നമ്മൾ വിജയകരമാക്കുന്നത് പോലും. അത് കണ്ടോ? ആ കാണുന്ന കുന്നിന്മേലാണ് നമ്മൾ പോകുന്നത്. സോ നമ്മളുടെ ഡെസ്റ്റിനേഷൻ ഇവിടെ അറൈവ് ചെയ്തു. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് 10:30 കുർബാനയ്ക്ക് എല്ലാവരും യാത്ര അയക്കുകയാണ്. ഒപ്പം ഞാനും കുട്ടനും കൂടിയാണ് കസീനോ കാണാൻ പോകുന്നത്. മൊന്തെ കസീനോ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പരിഷ്കാരികൾക്ക് ശേഷം കത്തോലിക്ക സഭയ്ക്കുള്ളിൽ അവശേഷിക്കുന്ന ചുരുക്കം ചില പ്രാദേശിക ആശ്രമങ്ങളിൽ ഒന്നായിരുന്നു ഈ ആശ്രമം. ഇവിടെ കാണാൻ കുറേ ഉണ്ട് കേട്ടോ. ഈ ആശ്രമം വേൾഡിലെ ആദ്യത്തെ ആശ്രമം പോലുമാണ്. ഇന്നേ ലാസിയോയിൽ ഇവിടെ 34 ഡിഗ്രി ചൂടാണ്, ഭയങ്കര ചൂടാണ്. ഒരു കുപ്പി വെള്ളം പോലും ഞങ്ങൾ ആരും എടുക്കാണ്ടാണ് ഇറങ്ങിയിരിക്കണത്. പക്ഷേ എന്നാലും ഞങ്ങൾ മുന്നോട്ട് പോയിട്ടോ. ഇവിടെ കാണാൻ കുറേ ഉണ്ട് കേട്ടോ, നല്ല രസമാണ് സ്ഥലങ്ങളൊക്കെ. AD 529 മൊന്തെ കാസിനോ ആബെ റോമൻ പുരാതന വാസസ്ഥലവും ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്ന വിശുദ്ധ ബെനദിക്ട് എന്ന് പറഞ്ഞ ആളാണ് ഇതിൻ്റെ ഫൗണ്ടർ. 1799 ഫ്രഞ്ച് വിപ്ലവ യുദ്ധങ്ങൾക്കിടയിൽ ഫ്രഞ്ച് സൈന്യം മൊന്തെ കാസിനോ വീണ്ടും കൊള്ളയടിച്ചിട്ടോ. 1944 രണ്ടാം ലോക മഹായുദ്ധത്ത് ബോംബ് ആക്രമണത്തിൽ കെട്ടിടം നശിപ്പിക്കപ്പെട്ടപ്പോൾ മൊന്തെ കാസിനോ യുദ്ധം നടന്ന സ്ഥലമായിരുന്നു ഇത്. ആഫ്റ്റർ ഇത് ഭയങ്കരമായിട്ട് റിക്കവർ ചെയ്തിട്ടോ. സോ നമ്മൾ ഇവിടുത്തെ വ്യൂസ് കണ്ടു. സ്റ്റേജിന് മേളിൽ നമുക്ക് കണ്ടു കുറേ ഫോറിനേഴ്സ് ഉണ്ട്. അവിടുന്ന് ഇവിടെ നമ്മൾ വന്നേക്കണ ഫോറിനേഴ്സ് നമുക്ക് കണ്ടു. അവസാനം നമ്മൾ ചേർച്ചിൻ്റെ ഉള്ളിലാണ് കേട്ടോ. ചേർച്ചിൻ്റെ ഉള്ളിലുള്ള മേൽക്കൂരയില്ലേ, അത് നല്ല മനോഹരമായിട്ടാണ് ആർക്കിടെക്റ്റ് പണിതേക്കണത് പോലും. സൂപ്പറാണ്. അതിൻ്റെ കുർബാനയൊക്കെ നമ്മൾ കൂടി നമ്മൾ താഴത്തേക്ക് വന്നു, ഒരു കൊക്കക്കോളയും കുടിച്ചു, റിഫ്രഷായി വൈൻഡപ്പ് ചെയ്യാൻ നമ്മൾ കസീനോ ഒന്ന് കുർബാനയൊക്കെ കൂടി അടിപൊളിയായിട്ടാണ് ഇവിടുന്ന് ഇറങ്ങി.